ഭക്തജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, വരും തലമുറയെ കാത്തു സൂക്ഷിക്കുന്ന കുരുന്നുകളെ, എല്ലാവർക്കും മഹാദേവൻ്റെ പേരിൽ എൻ്റെ നമസ്കാരം അറിയിച്ചുകൊള്ളുന്നു. ഞാൻ ആദ്യം ഇംഗ്ലീഷിൽ സംസാരിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. കാരണം ഞാൻ പഠിച്ചതൊക്കെ തമിഴ്നാട്ടിലായിരുന്നു. പക്ഷേ ഇതുപോലൊരു സംരംഭത്തിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് അത്ര നന്നായിരിക്കില്ല എന്ന് തോന്നിയതുകൊണ്ട് എനിക്കറിയുന്നത് പോലെ ഞാൻ രാമായണത്തെ മനസ്സിലാക്കിയത് പോലെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. ഉച്ചാരണത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന വാക്കുകളിലോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. 23 വർഷമായി ഇതുപോലെ ഒരു നല്ല കാര്യം നടത്തിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനുവേണ്ടി അവർ എടുക്കുന്ന എല്ലാ സംരംഭങ്ങൾക്കും അവർ ചെയ്തു വരുന്ന നല്ല കാര്യങ്ങൾക്കും ഞാൻ അവരെ അനുമോദിക്കുന്നു. രാമായണ മാസം എന്ന് പറയുന്നത്, രാമായണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. അതൊരു കഥയാണോ, കാവ്യമാണോ, നടന്നിട്ടുണ്ടോ നടന്നിട്ടില്ലയോ എന്നുള്ള കാര്യങ്ങളിലേക്ക് പലരും പലതരത്തിലും ചിന്തിക്കാറുണ്ട്. കാരണം രാമായണത്തെ ക്രിട്ടിക്കായിട്ട് ചെയ്ത ആൾക്കാരുമുണ്ട്. കാരണം നിങ്ങൾ രാമായണത്തെ ക്രിട്ടിസൈസ് ചെയ്യണമെങ്കിൽ രാമായണത്തെ ആഴമായി പഠിച്ചാൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ആ തരത്തിലെങ്കിലും അവർ രാമായണത്തെ പഠിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അറിയുമ്പോൾ അതൊരു സന്തോഷമായ ഒരു കാര്യമാണ്. പക്ഷെ ആ തരത്തിലുള്ള രാമായണം എങ്ങനെയാണ് നമുക്ക് കിട്ടിയത് എന്ന് നോക്കുമ്പോൾ, രത്നാകരൻ എന്ന് പറഞ്ഞ ഒരു കൊള്ളക്കാരൻ അലനീര് ചെയ്ത് അവിടെ കാടുകളിൽ വരുന്ന ആൾക്കാരെ കൊള്ളയടിച്ചും കൊല ചെയ്തും വീട്ടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് അങ്ങേരുടെ തൊഴിലായി നടത്തിക്കൊണ്ടിരുന്ന ആ സാഹചര്യത്തിൽ നാരദ മഹർഷിയെ കാണുകയും നാരദ മഹർഷിയെ എടുത്ത് ഇതാക്കുമ്പോൾ നാരദ മഹർഷി പറഞ്ഞു, നീ ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് നിനക്ക് എന്താണ് പുണ്യം കിട്ടാൻ പോകുന്നത്? നിനക്ക് എന്തെങ്കിലും നല്ലത് കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ എൻ്റെ കർത്തവ്യമാണ് ചെയ്യുന്നത്, എനിക്ക് വേറെ തൊഴിൽ അറിയില്ല. എൻ്റെ കുടുംബത്തെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ എനിക്ക് ധനം വേണം, എനിക്ക് ധനം സംഭരിക്കാനുള്ള ഒരു മാർഗം ഇതാണ് ഞാൻ കാണുന്നത്, അത് ചെയ്യുന്നു, അതിലെന്ത് തെറ്റാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ രാധമഹർഷി അങ്ങേരോട് പറഞ്ഞു, നിങ്ങളിത് ചെയ്യുന്നത് ശരി തന്നെയാണ്, ഇത് കൊണ്ടുവരുന്ന പാപം, കാരണം രത്നാകരൻ അറിയാം താൻ ചെയ്യുന്നത് തെറ്റാണെന്ന്, പക്ഷേ ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കാത്തത് കുടുംബത്തെ പോറ്റണം എന്നുള്ള ആ ഒരു ഔചിത്യബോധം അല്ലെങ്കിൽ കർമ്മ അതുകൊണ്ടാണ് അങ്ങേര് പറയുന്നത്. അപ്പം അങ്ങേര് പറഞ്ഞ്, നിങ്ങൾ കാര്യമുണ്ട്, ഇനി ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാം, പാപമാണെന്നും അറിയാം, പാപം മോക്ഷമല്ലാത്തതാണെന്നും അറിയാം, ഈ പാപം നീ അല്ലാതെ വേറെ ആരെങ്കിലും പങ്കെടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ കുടുംബക്കാരൊക്കെ ഏറ്റെടുക്കും ഈ കാര്യമെന്ന് പറഞ്ഞു. നീ ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വാ എന്ന് പറഞ്ഞു ഭാര്യയുടെ അടുത്ത് വന്നു. ഭാര്യയോട് ആദ്യം ചോദിച്ചു, ഞാൻ ഇത്രയും കാര്യം കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇതെല്ലാം കൊണ്ടുവരുന്നുണ്ടല്ലോ, എനിക്കിതിൽ കൊണ്ടുവരുന്ന പാവത്തിനെ നിങ്ങൾ ഷെയർ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങേര് പറഞ്ഞു, നീ ചെയ്യുന്ന പാവം ഞങ്ങളെന്തിനാ ചുമക്കേണ്ട ആവശ്യം? അത് നിൻ്റെ കർത്തവ്യം, നീ ചെയ്യുന്ന കുടുംബത്തിന് നീ എങ്ങനെ കൊണ്ടുവരുന്നത് ഞങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. പുണ്യം ഞങ്ങൾക്ക് കിട്ടും, പാവം ഞങ്ങൾക്ക് കിട്ടില്ല, അത് പാവം നീ തന്നെ അനുഭവിക്കണമെന്ന് പറഞ്ഞു. എല്ലാ കുടുംബക്കാരോടും പോയി ചോദിച്ചപ്പോൾ ഈ ഉത്തരമാണ് കിട്ടിയത്. അപ്പോഴാണ് രത്നാകരന് മനസ്സിലായത് താൻ ചെയ്യുന്നത് തെറ്റാണെന്നും ഇതെന്ന് മുക്തി മാർഗം നേടാൻ എന്ത് സാധിക്കുമെന്ന് പറഞ്ഞ് നാരദമുനിയോട് തന്നെ ചോദിച്ചപ്പോൾ, നീ തപസ്സിരിക്കാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എനിക്ക് ദൈവനാമം അറിയില്ലല്ലോ, ഒരു നാമവും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രാമന് ധനിച്ചാൽ മതി. രാമ എന്നുള്ള വാക്കുപോലും അങ്ങനെ മനസ്സിൽ വരുന്നില്ല, വായിൽ വരുന്നില്ല. കാരണം അത്രയും വിദ്യാഭ്യാസമില്ലാത്ത ഒരു കാട്ടാളനായിരുന്നു രത്നാകരൻ. പക്ഷേ അങ്ങേർക്ക് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു, ഇമ്മര അമ്മര എന്ന് നീ തുറന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ കുറേ നേരം കഴിയുമ്പോൾ ഇത് രാമ ആയിക്കോളുമെന്ന്. അങ്ങനെയാണ് ഇമ്മര അമ്മര ഇമ്മര അമ്മര ഇമ്മര അമ്മര എന്ന് പറഞ്ഞാൽ അവസാനം വരുന്നത് രാമ 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 എന്ന് അങ്ങേര് വായിൽ വരാൻ തുടങ്ങി. അതുപ്രകാരം അങ്ങനെ ചെയ്തു, തപസ്സിരുന്നു, നല്ലൊരു മുനിയായിട്ട് പിന്നീട് വാൽമീകി മുനിയായിട്ട് അറിഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ രാമായണത്തെക്കുറിച്ച് രാമായണത്തിൻ്റെ ജനങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടി ഒരു ഗ്രന്ഥം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. അങ്ങേര് ആരുടെ പഠിച്ചിട്ടുമില്ല, അങ്ങേർക്ക് ഒരു ഗുരുവുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലരും ഗുരു ഉണ്ടെന്ന് പറഞ്ഞാലും അത് കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. സ്വയം അർപ്പിതമായ ജ്ഞാനം കൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ, അന്ന് സംസ്കൃതം മാത്രമേ ഉള്ളൂ, സംസ്കൃതത്തിൽ ഈ രാമായണ കാവ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് മഹാകാവ്യമെന്ന് പറയപ്പെടുന്നത്. കാരണം ഈ രചിച്ച ആൾക്ക് ഗുരു ഇല്ലാതെ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം കൊണ്ട്
മാത്രം ഉണ്ടാക്കാൻ പറ്റിയ ഒരു കാവ്യമായിരുന്നു രാമായണം. അത്രയും പ്രഗത്ഭമായ ഒരു മഹാകാവ്യമാണ് രാമായണം എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കണം. ഇത് ആ സമയത്ത് മാത്രമുള്ളതല്ല, ഇന്നത്തെ കാലഘട്ടത്തേക്കും രാമായണം കൊണ്ട് അതിൻ്റെ റിലവൻസ് ഉണ്ട്. നമ്മളത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ രാമായണത്തിൽ പറഞ്ഞിട്ടുള്ള രാമായണത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം മാതാപിതാ പുത്ര ബന്ധം, സുഹൃത് ബന്ധം, കർമ്മബന്ധം, സഹോദരബന്ധം, ഇങ്ങനെ പലതരത്തിൽ ഒவ்வொരു ബന്ധങ്ങളെക്കുറിച്ച് നാം മറന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ അത് നമുക്ക് ഓർമ്മപ്പെടുത്താൻ രാമായണം വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യത്തെ ഒരു സംഭവമാണ് അമ്മയും അച്ഛനും. അവരെ ബഹുമാനിക്കേണ്ടത് അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ അതേപടി നടപ്പിലാക്കേണ്ടത് ഒരു പുത്രൻ്റെ ചുമതലയാണ് എന്ന് രാമൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. കൗസല്യയാണ് അമ്മയെങ്കിലും കൈകേയിയും സുമിത്രയെയും സ്വന്തം അമ്മയെപ്പോലെ മനസ്സിൽ വിചാരിച്ചിരുന്ന ഭഗവാനാണ് രാമൻ. മഹത്മുഖത്തിയാണ്. അപ്പോൾ ശ്രീരാമനെ കാട്ടിലേക്ക് അയക്കണമെന്നും ഭരതന് രാജ്യം ഏൽപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ദശരഥന് അതിന് നേരിട്ട് രാമനോട് പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാ വെച്ചാൽ ചീത്തയായ ഒരു കാര്യം തന്തയ്ക്ക് അച്ഛനോട് മകനോട് പറയാൻ പറ്റില്ല, നല്ല കാര്യങ്ങൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ അത് കൈകേയി മുഖാന്തരം ഇത് അറിയുകയും അമ്മയാണ് പറയുന്നത്, അച്ഛൻ്റെ വാക്ക് നമ്മൾ സംരക്ഷിക്കേണ്ടത് മകൻ്റെ കടമയാണ് എന്ന് പറയുകയും ഇത് ആർക്കാണ് കൊടുക്കുന്നത്, സഹോദരനാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം മനസാവാച ഏറ്റുകൊണ്ട് കാനനത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നു. ആ തീരുമാനിക്കുന്ന സമയത്ത് സഹോദരനായ ലക്ഷ്മണനും പറയുന്നു, ഏട്ടനില്ലാത്തൊരിത് എനിക്ക് വേണ്ട, ഞാനും ഏട്ടനെ സംരക്ഷിക്കാൻ വേണ്ടി ഏട്ടനെ കൂടെ ഞാനും വരാൻ തയ്യാറാണ് എന്ന് പറയുന്നു. അപ്പോൾ ശ്രീരാമൻ പറയുന്നത്, ഞാൻ മൂത്തവനാണ്, ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും അച്ഛനെയും അമ്മയെയും നോക്കേണ്ട ചുമതല മറ്റൊരു സഹോദരന്മാർക്കുണ്ട്, നിങ്ങളെവിടെ ഇരുന്നു കൊണ്ട് അച്ഛനെയും അമ്മയും നോക്കണമെന്ന് സഹോദരൻ എന്ന നിലയിൽ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം സഹോദരന് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ ലക്ഷ്മണൻ പറയുന്നു, ഏട്ടനെ സഹകരിക്കേണ്ടതും ഏട്ടൻ്റെ കൂടെ പോകേണ്ടതും ഏട്ടനെ സഹായിക്കേണ്ടതും ഒരു അനുജൻ്റെ ചുമതലയാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം വരുന്നത് എന്നെ തടയാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ അങ്ങ് മനസ്സിലാക്കുന്നത് എന്താണ്, അച്ഛനും അമ്മയും പറഞ്ഞ കാര്യങ്ങൾ അതേപടി ഏറ്റെടുത്ത് അത് നല്ലതോ ചീത്തയോ, പക്ഷേ അവരെന്ത് പറഞ്ഞാലും നമുക്ക് ചീത്തയ്ക്ക് വേണ്ടി പറയില്ല എന്ന് ഏറ്റെടുക്കുകയും ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് കാട്ടിലേക്ക് പോവുകയും ചെയ്യുകയാണ് ചെയ്തത് രാമൻ. അതേസമയം തൻ്റെ ചുമതല സഹോദരന്മാരെ ഉപദേശിക്കേണ്ട ചുമതല ഉണ്ടായിരുന്നു എന്ന കാര്യം മറക്കാതെ അത് സഹോദരനോട് ഉപദേശിക്കുകയും ചെയ്യുന്നു. പക്ഷേ സഹോദരൻ കൂടെ വരുന്നത് കാര്യം കാണിക്കുന്നത് സഹോദരനോടുള്ള സ്നേഹം, സഹോദരനെ സംരക്ഷിക്കാനുള്ള ഒരു ബോധം. ആ ഇതോടുകൂടി ലക്ഷ്മണനും കൂടെ വരുന്നു. കൂടെ ഇരുന്ന സീതാദേവിയോട് പറയുന്നു, സീതയെ നീ ഇവിടെ എൻ്റെ കൂടെ വരാൻ പാടില്ല, കാരണം അച്ഛനമ്മയും വയസ്സായ കാലത്ത് ഇവിടെയുള്ള സമയത്ത് നീ അവിടെ ഇരുന്നു കൊണ്ട് അവരെ ഞാൻ എന്ത് ചെയ്യുമോ ആ സംരക്ഷണം നിന്നിൽ നിന്ന് അവർക്ക് കിട്ടണം, എൻ്റെ അഭാവം അവർ മനസ്സിലാക്കാത്ത രീതിയിൽ നീ അവരെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞു. അത് ഭാര്യയോട് ഭർത്താവ് എന്ന നിലയിൽ എൻ്റെ കൂടെ നീ വന്ന് കഷ്ടപ്പെടേണ്ട എന്ന് ഉള്ള ഉദ്ദേശത്തോടു കൂടി പറഞ്ഞത്. കാരണം ഭർത്താവ് ഭാര്യയോട് ചെയ്യേണ്ട ഒരു ചുമതലയാണ്. കാരണം ഭർത്താവ് ഭാര്യനെ സംരക്ഷിക്കണം, അവളെ കഷ്ടപ്പെടുത്താതെ വെക്കണം എന്നുള്ള ആ ബോധമുള്ളത് കൊണ്ടാണ്. പക്ഷേ സീതാദേവി എന്ത് പറഞ്ഞു, ഭർത്താവ് എവിടെയുണ്ടോ അതാണ് എൻ്റെ ലോകം, ഭർത്താവിനെ സംരക്ഷിക്കേണ്ടത് എൻ്റെ ചുമതലയാണ്, ഭർത്താവിനെ സംരക്ഷിച്ച ശേഷം മാത്രമേ മറ്റുള്ള കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായി കാണുന്നുള്ളൂ, അതുകൊണ്ട് നിങ്ങളെ കൂടെ എനിക്ക് വരാനുള്ള ഒരു സൗകര്യം എനിക്ക് തരണം, അതിനുള്ള അനുവാദം നിങ്ങൾ തരണമെന്ന് പറയുന്നു. ഇതൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് അവർ രണ്ടുപേരും മനസ്സറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രമല്ലാതെ കുടുംബത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അവർ മുന്നോട്ട് പോകണം, ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളത് അത് ഈ കാലത്തേക്ക് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണത്. കാരണം രാമായണത്തിൽ അന്ന് പറഞ്ഞു, രാമായണവും ഇല്ല രാമനുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ആ പറഞ്ഞ കാര്യം എത്ര കാലമായാലും എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും അത് ജനങ്ങളുടെ ഇടയിൽ ഇന്നും പ്രസക്തിയുള്ള ഒരു സംഭവമാണ്. അത് നമ്മൾ കടപിടിക്കേണ്ട ഒരു കാര്യമാണ്. അത് എത്ര പേര് കടപിടിക്കുന്നു, അത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കാത്തതെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുടുംബ ബന്ധം എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാവരും അറിയാം. ഫാമിലി കോടതികളിലെ കേസ് നോക്കിയാൽ തീർക്കാൻ പറ്റാത്ത തരത്തിലുള്ള കേസുകളാണ്. അവർ തമ്മിൽ സംസാരിച്ച് നോക്കുമ്പോൾ നമ്മൾ അറിയുന്നത്
ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ പൊരുത്തപ്പെട്ടു പോവാത്തത് കൊണ്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി ഇല്ലാത്തത് കൊണ്ടാണ് ഇത് പോകുന്നത്. അതെന്തുകൊണ്ടാണെന്ന് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ നമ്മൾ കുറ്റം പറയണം. കാരണം അച്ഛനമ്മമാർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. കുടുംബം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഒരാവശ്യമായ ഒരു ഘടകമാണ്. ആ കുടുംബത്തിനെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ടത് ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുപോലെയുള്ള ചുമതലയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ വിട്ടുപോയി. കാരണം നമ്മളിപ്പോഴും വിചാരിക്കുന്നത് നമ്മളെ മകൾ തെറ്റല്ല, നമ്മളെ മകൻ തെറ്റല്ല. ആരാണ് തെറ്റുകാരനെന്ന് കണ്ടുപിടിക്കുന്ന ആ വ്യഗ്രതയിൽ തകരുന്നത് കുടുംബങ്ങളാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകുന്നു. ആ ഒരു കാലഘട്ടത്തേക്ക് പോകാതിരിക്കാൻ ഇതുപോലെ സംരംഭങ്ങളിൽ ഞാൻ രാമായണം പഠിക്കുമ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള കാതലായ കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അത് പ്രായോഗികമാക്കിയാൽ ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ പോകാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത്. ഈ ദശരഥൻ മന്ദരയെ പറ്റി നമുക്ക് പലരും ചീത്തയായിട്ട് പറയുന്നുണ്ടെങ്കിലും മന്ദര കൈകേയിയെ സംബന്ധിച്ചോളം ഭയങ്കര എന്താ പറയുക, സ്നേഹിതയാണ്. അവർക്ക് എതിരായിട്ടുള്ള ഒരു കാര്യവും പറഞ്ഞു കൊടുക്കില്ല, നല്ല കാര്യങ്ങളെ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഒരു ദുർലഭ നിമിഷത്തിൽ ഒരു പറഞ്ഞ കാര്യം തെറ്റിപ്പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ രാമായണം ഇല്ല. രാമൻ്റെ കർത്തവ്യം രാവണനെ നിഗ്രഹിക്കുക എന്നുള്ളതാണ്. അത് കാട്ടിലേക്ക് പോയാൽ മാത്രമേ നടക്കുള്ളൂ. കാട്ടിൽ പോയാലേ സീതയെ കൊണ്ടുപോകുള്ളൂ. സീതയെ കൊണ്ടുപോയാൽ മാത്രമേ രാമൻ അവിടെ പോകാൻ സാധിക്കുകയുള്ളൂ. കിഷ്കിന്ധയിലും ബാലിയെ നിഗ്രഹിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ പല കാര്യങ്ങളും നിന്നുപോകും. വസിഷ്ഠൻ വന്ന് പറയുന്നു, വസിഷ്ഠനോട് പറയുന്നു, നീ ഇത് പറഞ്ഞിട്ട് ഇവനെ ഏറ്റെടുക്കാൻ പറയണം എന്ന് ദശരഥൻ വസിഷ്ഠനോട് പറയുമ്പോൾ വസിഷ്ഠൻ രാമനോട് പറയുന്നു, രാമ, കൈകേയി പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ അത് അച്ഛൻ നിന്നോട് പറഞ്ഞിട്ടില്ല. ഏതോ ഒരു കാലത്ത് എപ്പോഴോ 2 വരം തരാമെന്ന് പറഞ്ഞു. അത് ഈ ഒരു സമയത്ത് ചോദിച്ചു വാങ്ങിയത് ശരിയാണോ? നീ ജനങ്ങൾ നിന്നെ രാജാവായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് നീ അത് വിട്ട് പോകരുത് എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടു. പക്ഷേ രാമനത് സ്വീകരിച്ചില്ല. കാരണം അത് സ്വീകരിച്ചാൽ 2 തരത്തിൽ ഇത് വരും. 1, അമ്മ പറഞ്ഞ കാര്യം തട്ടേണ്ടി വരും. 2, അച്ഛൻ കൊടുത്ത വാക്ക് അത് നടപ്പിലാക്കാൻ സാധിക്കാതെ വരുമ്പോൾ അച്ഛനുണ്ടാകുന്ന മനോവിഷമം അത് ഏറ്റെടുക്കേണ്ടി വരും. ആ 2 കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞ കാര്യം ഏറ്റു. കാരണം വസിഷ്ഠൻ ദശരഥന് വേണ്ടിയിട്ട് നല്ല സുഹൃത്ത് എന്ന നിലയിലേക്ക് പറഞ്ഞു. അത് കേൾക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് രാമനാണ്. രാമൻ വേറെ തരത്തിൽ തീരുമാനിച്ചു പോയി. മന്ദരയുടെ കാര്യത്തിലും അത് തന്നെയാണ്. പല കാര്യങ്ങളിലും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന മന്ദര ഒരു അത്യാവശ്യം വന്നപ്പോൾ രാമനെ കുറ്റം പറഞ്ഞില്ല, കൈകേയിയെ കുറ്റം പറഞ്ഞില്ല. പറഞ്ഞത് ഫ്യൂച്ചർ ടെൻസിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. കടന്ന കാലത്തിൽ രാമൻ എനിക്ക് ദോഷം ചെയ്തു എന്നോ നികഴ്കാലത്തിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇവരെ കൊണ്ട് വരുന്നുണ്ടോ എന്ന് പറഞ്ഞില്ല. പറഞ്ഞത് രാമൻ രാജാവായാൽ കൗസല്യ റാണിയാകുമ്പോൾ പട്ടത്ത് റാണിയാകുമ്പോൾ നിനക്ക് വരുന്ന ബുദ്ധിമുട്ട് നീ കൗസല്യയുടെ തോഴിയായിട്ട് നിൽക്കേണ്ടി വരും. രാമൻ ഏത് കാലത്തും ഭരതന് ഒരു കാലത്തും രാജ്യം കിട്ടില്ല. അത് വേണോ ആലോചിച്ച് നോക്കൂ എന്ന് പറഞ്ഞു. കൈകേയിയും നല്ലൊരാളാണ്. പക്ഷേ സ്വാർത്ഥത വന്നപ്പോൾ മന്ദര പറഞ്ഞ കാര്യം അപ്പാട് ഏറ്റു. ഇതെന്ന് മനസ്സിലാക്കുന്ന എന്താണ്? എല്ലാവരും സുഹൃത്തുക്കളാണെന്ന് നമ്മളെ കൂടെ നടക്കുന്നവർ എല്ലാ സമയത്തും നല്ലത് തന്നെ നമുക്ക് പറഞ്ഞു തരണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ അവർക്കും ദുർലഭ നിമിഷങ്ങളിൽ നമ്മളെ തെറ്റായ രീതിയിൽ പറഞ്ഞു തരാൻ സാധിക്കും. പക്ഷേ നല്ലവനായ നിങ്ങൾ എന്തു ചെയ്യണം? ആ കാര്യങ്ങൾ കേൾക്കുകയും അത് അങ്ങനെ തന്നെ നടപ്പിലാക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുകയും അത് ഏതാണ് നല്ലത് എന്ന് തിരിച്ചറിഞ്ഞ് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയും വേണം. ആ തരത്തിൽ ആ സ്ഥലത്താണ് കൈകേയി പിഴച്ചു പോയത്. കാരണം കൈകേയിക്ക് ആ ഒരു സമയത്ത് അങ്ങനെ ചിന്തിക്കാൻ സാധിച്ചില്ല. ആ ചിന്തിക്കാൻ സാധിക്കാതെ വന്ന സാഹചര്യം കൊണ്ട് സംഭവിച്ചത് ഭർത്താവിനെ നഷ്ടപ്പെട്ടു, മകൻ്റെ സ്നേഹം നഷ്ടപ്പെട്ടു. വിചാരിച്ചത് മകൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, പക്ഷേ മകൻ്റെ സ്നേഹവും നഷ്ടപ്പെട്ടു. എക്കാലത്തേക്കും മകൻ്റെ സ്നേഹമില്ലാത്ത രീതിയിൽ അവർക്ക് ജീവിക്കേണ്ടി വന്നു. രാമൻ ഭരതനോട് പറയുന്നു, അമ്മയെ നീ സംരക്ഷിക്കണം. അമ്മ ഒരു ദുർലഭ നിമിഷത്തിൽ പറഞ്ഞു പോയതാണ്, അതിന് നന്മയുണ്ടാവും, അത് നീ അമ്മയെ അതിന് വേണ്ടിയിട്ട് നീക്കി വെക്കരുത് എന്ന് ഉപദേശിച്ചു. അപ്പോൾ രാമനെ സംബന്ധിച്ചോളം ഇതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നിയില്ല. കാരണം ഇത് തൻ്റെ ചെയ്യേണ്ട പല കാര്യങ്ങളുള്ളത് കൊണ്ട് ഞാൻ പോയേ പറ്റുമല്ലെന്ന് അങ്ങേർക്കറിയാം. കാരണം ദീർഘവീക്ഷണിയുള്ള
മഹാനാണ്, ദൈവത്തിൻ്റെ അംശമാണ്. പക്ഷേ മനുഷ്യനായിട്ട് ജനിച്ചു. മനുഷ്യനായിട്ട് ജയിക്കുമ്പോൾ മനുഷ്യൻ അനുഭവിക്കേണ്ട പല കാര്യങ്ങളും അനുഭവിക്കേണ്ടി വരും. കാരണം രാമൻ വിചാരിച്ചത് ഇതൊക്കെ മാറ്റാൻ പറ്റുമായിരുന്നു. മഹാഭാരതത്തിൽ കൃഷ്ണൻ ചെയ്യുന്ന പോലെ മായാജാലം ചെയ്യാമായിരുന്നു. പക്ഷേ അത് ചെയ്തില്ല. കാരണം രാമായണത്തിൽ നമ്മൾക്ക് പഠിപ്പിക്കുന്നത് മനുഷ്യനായിട്ട് ജനിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വരും, അതെങ്ങനെയെല്ലാം തരണം ചെയ്യണം എന്ന് ഒരു സൂചകമായിട്ട് നമുക്ക് പറഞ്ഞു തന്നെന്നാണ് രാമായണം രാമനിലൂടെ. അതുപോലെ തന്നെയാണ് തിരിച്ചു വന്നു. ഇത് സീത അരണ്യത്തിലിരിക്കുന്ന സമയത്ത് മാരീശൻ പൊന്മാനായിട്ട് വരുന്നു. അവിടെ പോകണം, മോനെ പിടിക്കണം എന്ന് പറഞ്ഞ് രാമനോട് പറഞ്ഞു. രാമൻ പറഞ്ഞു അത് വേണ്ട നമുക്ക് എന്ന് പറഞ്ഞല്ലേ, ഇനി പോകണം, പോയി ഇനി കൊണ്ടുവരണം, ഭർത്താവ് ഭാര്യയ്ക്ക് ചോദിച്ച കാര്യങ്ങൾ ചെയ്തു തരണ്ടേ എന്ന്. അന്ന് ഭർത്താവ് ചെയ്തു തരണമെന്നുള്ളൊരു തോന്നൽ, അത് ചെയ്തു തരണമെന്ന് പറഞ്ഞപ്പോൾ ഭർത്താവായ രാമന് വേറെ മാർഗമില്ല. കാരണം ഭാര്യയെ വിഷമിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഭർത്താവ് പോയി. പക്ഷെ പോകുന്ന സമയത്തും ലക്ഷ്മണനോട് പറഞ്ഞു, നീ കാവൽ നിൽക്കണം, ആ ഒരു സൂക്ഷിച്ച് നോക്കാൻ പറ്റും, സീതയെ നോക്കേണ്ട ചുമതല നിനക്കാണ്, നീ വരരുത് എന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷേ കുറേ നേരം കഴിഞ്ഞിട്ടും രാമൻ വന്നില്ല. മാരീശൻ ഒരു രാമൻ്റെ ഇതിൽ ഒച്ചയെടുത്തു, ലക്ഷ്മണ ലക്ഷ്മണ എന്ന് പറഞ്ഞിട്ട്. അത് കേട്ട് സീത പറഞ്ഞു, നിൻ്റെ സഹോദരന് എന്തോ ആപത്ത് വരുന്നുണ്ട്, നീ പോയി രക്ഷിക്കാൻ പോയെന്ന്. ലക്ഷ്മണൻ എത്രയോ പറഞ്ഞു നോക്കി, എനിക്ക് പോകാൻ പറ്റില്ല, കാരണം ഏട്ടൻ പറഞ്ഞതാണ് നിങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല എനിക്കൊണ്ട്, നിങ്ങളെ വിട്ടിട്ട് പോകാൻ പറ്റില്ല എന്ന്. പക്ഷേ സീത ആ സമയത്ത് പറഞ്ഞു എന്ന് പറയുന്നു, നിങ്ങൾ രണ്ടുപേർക്കും എൻ്റെ ദേഹത്തിൽ ആഗ്രഹമുള്ളത് കൊണ്ടാണ് രാമൻ പോകാൻ വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കുന്നു. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, രാമൻ എന്തെങ്കിലും സംഭവിച്ചാലും എൻ്റെ ദേഹം നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു എന്നും അത് കേൾക്കാൻ സാധിക്കാത്തതുകൊണ്ട് ലക്ഷ്മണൻ അവിടുന്ന് പോകുമ്പോഴും ഒരു ലക്ഷ്മണ രേഖ വരച്ചിട്ട് പോയി, സീതേ മാതേ നിങ്ങൾ ഇത് വിട്ട് പോകരുത് എന്ന് പറഞ്ഞു. ഞാൻ പോവില്ല, ഇവിടെ തന്നെ നിന്നോളൂ എന്ന് പറഞ്ഞു. അത് ആ ലക്ഷ്മണ രേഖയിനുള്ളിൽ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ രാവണൻ കൊണ്ടുപോകാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ ലക്ഷ്മണൻ പോയ സമയത്ത് രാമനോട് ചോദിച്ചു, ലക്ഷ്മണനോട് ചോദിച്ചു, ലക്ഷ്മണൻ നീ എന്തിനും ഇവിടെ വന്നു, ഞാൻ എന്നെ ഏൽപ്പിച്ചതിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു, ഇത് പറഞ്ഞ സമയത്ത് എന്നെ ഇത് കേൾക്കാൻ പറ്റിയില്ല, അത് ചിന്തിച്ച് സ്വയം നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കാത്തത് കൊണ്ട് ഞാൻ വന്നു ഇവിടെ എന്ന് പറഞ്ഞു. അപ്പോഴും മനസ്സിലാക്കുന്ന എന്താണ്, സ്വയം നിയന്ത്രിക്കാൻ സാധിച്ചാൽ, ഇതിൻ്റെ ഭവിഷ്യത്തുകൾ മനസ്സിലാക്കാൻ സാധിച്ച് പ്രവർത്തിച്ചാൽ പല കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കാൻ പറ്റുമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് രാമായണമാണ്. സീത ഈ ലക്ഷ്മണരേഖയിൽ നിന്ന് പുറത്തു പോയിട്ട്, കാരണം രാവണൻ വന്നു സന്യാസി രൂപത്തിൽ വന്നിട്ട് സീതയെ അപഹരിക്കാൻ ശ്രമിച്ചപ്പോഴും അവിടുന്ന് അവിടുന്ന് ഉള്ളിലിരിക്കുമ്പോൾ അവന് കയറാൻ പറ്റില്ലായിരുന്നു. പക്ഷേ അതിൽ നിന്ന് പുറത്ത് വന്നാൽ മാത്രമേ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ അത് മറികടന്ന് പുറത്ത് വന്നപ്പോഴാണ് പുറത്ത് പോകുന്നത്. അപ്പോഴും നമ്മൾ സ്ത്രീകൾ നമുക്കുള്ള ലക്ഷ്മണരേഖയിൽ ഉള്ളിലിരുന്നു കൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് സുരക്ഷിതമാണെന്നും, ആ ലക്ഷ്മണരേഖയ്ക്ക് പുറത്തു പോയാൽ, ഞാൻ ലക്ഷ്മണരേഖ ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, ഇന്നത്തെ കാലത്ത് ലക്ഷ്മണരേഖകൾ പലതുമായിരിക്കാം, പക്ഷേ ആ ലക്ഷ്മണരേഖയ്ക്ക് നമ്മൾ പുറത്തു പോകുമ്പോൾ നമുക്ക് അപകടം സംഭവിക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാൻ ഒരു ഉദാഹരണമായിട്ടാണ് രാമായണത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ അതുവഴി നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, അവരവർക്കുള്ള ലക്ഷ്മണരേഖയിൽ നിന്നുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്മയേ വരുള്ളൂ, തിന്മ നിങ്ങളെ നിങ്ങൾക്ക് തിന്മ കൊണ്ടുവരും സംഭവിക്കില്ല, തിന്മയായിട്ടൊന്നും നടക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ബാലിവധം, ബാലിയും രാമനുമായിട്ട് യാതൊരു ഇതുമില്ല. പക്ഷേ സുഗ്രീവന് കൊടുത്ത വാക്ക്, നിൻ്റെ രാജ്യം ഞാൻ തിരിച്ചെടുക്കാം, എന്നോട് ഏട്ടൻ ചെയ്തത് അധർമ്മമാണെന്ന്. ഈ കൊന്ന ശേഷവും ബാലി ചോദിക്കുന്നു, രാമ നീ ഒരു വാക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വാതിൽ ചുറ്റിയിട്ട് രാവണനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് സീതയെ എത്തിക്കുമായിരുന്നില്ലേ, നീ എന്തിനാ എന്നെ കൊന്നത്, നീ ഞാനും തമ്മിൽ യാതൊരു ഇതുമില്ല എന്ന് പറഞ്ഞപ്പോൾ നീ നിൻ്റെ സഹോദരനെ വഞ്ചിച്ചു, നീ കുറച്ച് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാവുമായിരുന്നു. സഹോദരൻ എനിക്ക് രാജ്യം വിട്ടുതരാൻ തയ്യാറായിട്ടും നീ അത് ചെയ്തില്ല. സഹോദരനെ പുറത്താക്കി, അവൻ്റെ ഭാര്യയെ അപഹരിച്ചു, കുട്ടികളുമായിട്ടുള്ള ബന്ധം അവർക്കില്ലാതെ ആക്കി, കുറേ കാലം സുഗ്രീവൻ അതിനുവേണ്ടി കഷ്ടപ്പെടേണ്ടി വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോഴും മനസ്സിലാക്കുന്ന അധർമ്മത്തെ വളർത്താൻ പാടില്ല എന്നും ധർമ്മം വളർത്തണമെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമെന്നുള്ളത് അവിടെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഇതേ തന്നെയാണ് മണ്ഡോദരി രാവണനോടും പറയുന്നു, നീ അന്യഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നത് ശരിയല്ല, കാരണം നല്ലൊരു ഭാര്യ ഉപദേശിക്കുകയാണ്, നീ കഴിയുന്നതും അത് കൊണ്ടുപോയി അവിടെ കൊടുക്ക്, സീതയെ അവിടെ ഏൽപ്പിക്ക്, നമുക്ക് രക്ഷപ്പെടാം, നമ്മളെ നാട് രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. പക്ഷേ അതിന് രാവണൻ തയ്യാറായില്ല. അഹംഭാവവും തന്നിലുള്ള വിശ്വാസം അത് മൂത്തപ്പോൾ
അത് മറ്റുള്ളവരുടെ ഉപദേശങ്ങളൊന്നും അങ്ങേർക്ക് കേൾക്കാനുള്ള മനസ്സുണ്ടായിരുന്നില്ല. യുദ്ധമുണ്ടായി, അവസാനം മരിച്ചു എന്നുള്ളതാണ് സത്യം. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, അഹംഭാവം കൊണ്ട് നമുക്കൊന്നും നേടാൻ സാധിക്കില്ല. അഹംഭാവം മാറ്റി അകത്തെ മനസ്സിലാക്കി നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ നമുക്ക് നന്മയുണ്ടാകും എന്നുള്ള സന്ദേശമാണ് രാമായണത്തിലൂടെ നമുക്ക് തരുന്നത്. അതുപോലെ തന്നെയാണ് ഹനുമാൻ്റെ കാര്യവും. ഹനുമാന് ശക്തിയില്ലാത്ത ആളൊന്നുമല്ല, പക്ഷേ ഭക്തി, രാമനോടുള്ള പ്രതിപത്തി, രാമനെ സഹായിക്കണമെന്നുള്ള ആവേശം, രാമനോടൊപ്പം നിൽക്കണം എന്ന് ഉള്ള ആഗ്രഹം, ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് തൻ്റെ വീര്യം ചുരുക്കിക്കൊണ്ട് രാമൻ്റെ സേവകനായി നിന്നുകൊണ്ട് രാമന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത ആളാണ് രാവണൻ. കാരണം ചിരഞ്ജീവിയാണ്, അങ്ങനെ ഒന്നും ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ അങ്ങേർക്ക് അറിയുന്ന കാര്യമാണ്. മറ്റുള്ളവരെക്കാൾ ബലവാനാണ്. കാരണം ലങ്കാദഹനത്തിന് വേണ്ടി അവിടെ പോയിട്ട് എല്ലാം ദഹിച്ചിട്ടാണ് വന്നത്. എന്നിട്ട് അവസാനം നോക്കി, ഞാനിതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ശ്രീരാമസ്വാമിക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ടാവുമല്ലോ, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് മടങ്ങി വന്നത്. കാരണം അങ്ങേരെ ദൗത്യം അവിടെ ദൂത് പോവുക എന്നുള്ളത് മാത്രമാണ്. സീതയെ വിട്ടുതരണമെന്ന് രാമൻ പറഞ്ഞനുസരിച്ചിട്ട് അവിടെ പോവുകയും അത് അവരെ അവതരിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു ദൗത്യം മാത്രമാണെന്നുള്ളത് മനസ്സിലാക്കുകയും, പക്ഷേ തന്നെ ഉപദ്രവിച്ചപ്പോൾ മാത്രമല്ല രാമനെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞപ്പോൾ അവർക്കൊരു പാഠം പുകത്തണമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് മടങ്ങിപ്പോന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് വെച്ചാൽ മറ്റുള്ളവരുടെ ലീഡർഷിപ്പിൽ നമ്മൾ എങ്ങനെ നിന്നുകൊണ്ട് കാര്യങ്ങൾ നടക്കണം. രാമനും കാര്യങ്ങൾ നടക്കും, പക്ഷേ രാമൻ ഒറ്റ ദിവസം കൊണ്ട് ചെയ്തില്ല. 14 വർഷം വെയിറ്റ് ചെയ്തു. സീത പോയിട്ടും കുറേ കാലം തപ്പിക്കൊണ്ടത്. കാരണം അങ്ങേർക്ക് ഭഗവാന്റെ അംശമാണെങ്കിലും അങ്ങേർക്ക് വേണമെന്ന് വിചാരിച്ചാൽ നേരെ കാണും, ഉടനെ അവിടെ പോവാം, യുദ്ധം ചെയ്യാം, പിടിച്ചിട്ട് വരാം. പക്ഷെ അത് ചെയ്തില്ല. കാരണം മനുഷ്യ രൂപമെടുത്ത് വന്ന ഭഗവാൻ മനുഷ്യർക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടാകും, ഈ എന്താ പറയുക, ഭാര്യ മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ സീതാദേവി അവിടെയുള്ളപ്പോൾ ഭർത്താവിനുമായി മാറി നമ്മൾ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ്. അവർ രണ്ടുപേരും സമൂഹത്തിന് വേണ്ടി ആ സങ്കടങ്ങളൊക്കെ സഹിച്ച് നിൽക്കുകയും അവസാനം രാമൻ അവിടെ പോകുന്നു, ജയിച്ചു വരുന്നു. ആ സമയത്തും ലീഡർഷിപ്പ് എന്ന നിലയിലേക്ക് താൻ സ്വന്തമായിട്ട് ഒരു കാര്യവും ചെയ്തില്ല. എല്ലാവരായിട്ടും കൂടി ആലോചിച്ച് എന്തെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ആലോചിച്ച് ഒவ்வொരു കാര്യത്തിലും അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, നമ്മളെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ മാത്രമല്ല, ലീഡർ എന്ന് പറയുന്നവൻ താനാണ് ചെയ്തത് എന്ന അഹങ്കാരം തനിക്ക് പാടില്ല. നമ്മളുടെ കൂടെയുള്ള ടീം മെമ്പേഴ്സും നമ്മളുടെ കൂടെ യോജിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ അവരുടെ സഹകരണം കൊണ്ട് കിട്ടുന്ന വിജയമാണ് ലീഡറിന് കിട്ടുന്നത്. അതിൻ്റെ ഗുണം കിട്ടേണ്ടത് ടീം അംഗങ്ങൾക്കാണ് എന്ന് മനസ്സിലാക്കി കൊടുത്ത ഒരു തത്വമാണ്. ഇന്ന് നമ്മളെ ലീഡർഷിപ്പ് ഇതിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. നാം ചെയ്തു, ഞാൻ അങ്ങനെ ഇതാക്കി എന്ന് പറയുന്നത് തെറ്റാണ്. നമ്മളുടെ കൂടെയുള്ള ആൾക്കാരോടൊപ്പം യോജിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിജയം, അതുകൊണ്ട് കിട്ടുന്ന സംതൃപ്തി വേറെ ഒന്നിലും നമുക്ക് കിട്ടില്ല എന്നുള്ള സന്ദേശവും കൂടിയാണ് രാമായണത്തിലൂടെ നമുക്കൊക്കെ കിട്ടുന്നത്. രാമ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? രാ എന്നാൽ വെളിച്ചം, മാ എന്നാൽ ആത്മാവ്. ആത്മാവിന് വെളിച്ചം തരുന്ന ഒരു നാമം, അതാണ് ശ്രീരാമനാമം. ഈ രാമായണ മാസത്തിൽ രാമായണം പഠിക്കുന്നതൊപ്പം തന്നെ ചെറിയ കുട്ടി, ഇന്നത്തെ കാലത്തുള്ള ഇളയ തലമുറ രാമായണത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവരവരുടെ ദൗത്യങ്ങൾ മനസ്സിലാക്കി മാതാപിതാക്കളെ സേവിക്കാനും മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാനും അനാഥ മന്ദിരത്തിലേക്കോ അല്ലെങ്കിൽ അവർ തനിയെ വിട്ടിട്ട് പോയി അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് നീങ്ങാതെ നമ്മൾ ഒന്നാണ്, നമുക്ക് വേണ്ടി ത്യാഗം ചെയ്ത മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കാണ് എന്നുള്ള ബോധത്തോടു കൂടി പുതിയ തലമുറ വളർന്നു വരാൻ ഈ രാമായണ മാസം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.